അങ്ങനെ എന്ത് കാര്യമുള്ള? അത് അച്ഛമ്മ പറഞ്ഞ ആ കാര്യമില്ലേ, ആ കാര്യം തന്നെ. ദേഷ്യം? നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കല്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരാളെ വെറുതെ ടെൻഷൻ ആക്കാൻ പാടില്ല. ഗുഡ് നൈറ്റ്. ശരി, ഉറങ്ങി. ആക്ച്വലി ഞാൻ വിചാരിച്ചത് നമ്മുടെ പൂന്തോട്ടത്തിലൊന്ന് നടന്നാലോ. പുറത്താണെങ്കിൽ നല്ല കാറ്റുകൊണ്ട് നമുക്കൊന്ന് പോയാലോ. ഇവള് ഉറങ്ങി. ഡിവോഴ്സിന്റെ കാര്യത്തിൽ നിന്ന് അധികകാലം രക്ഷപ്പെടാൻ കഴിയില്ല. അദ്ദേഹം ഇനി എന്നും എന്നെ ശല്യപ്പെടുത്താൻ വരും, എന്നെ ടോർച്ചർ ചെയ്യാൻ വരും ഡിവോഴ്സിന് വേണ്ടി. ഇദ്ദേഹത്തിന്റെ ക്ഷമ നശിക്കുന്നതിന് മുൻപ് എനിക്ക് തനുവിന്റെ സത്യം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരണം. ഇനിയും താമസിപ്പിക്കാൻ പറ്റില്ല. സത്യോ? എന്ത് സത്യം? എന്നെ ചതിക്കുന്നോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? താങ്ക് ഗോഡ്, നന്നായി ഞാൻ അബിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് ഡിന്നറിൽ എല്ലാവരും എന്നെ തിന്നേനെ. വിധി രക്ഷിച്ചു. പക്ഷെ എത്ര കാലം വരെ തനു? ഇന്ന് അബി അവനോട് ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞു. നാളെ വീണ്ടും ചെയ്താ? പക്ഷെ ആ സമയത്ത് ഞാൻ അടുത്തില്ലെങ്കിൽ? ഇതുവരെ 1 മണിക്കൂർ ആയിട്ടില്ല. പിന്നെ അയാൾ എങ്ങനെ ഇപ്പൊ ഫോൺ ചെയ്തേ? ഇനി ചിലപ്പോ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണോ? അറിയില്ല. ഇനിയും നിഖിൽ അവിടെ ആരെങ്കിലും അയച്ചോ ഇല്ലയോ എന്ന് അത് ചോദിക്കാനും മറന്നു. ഇപ്പൊ തന്നെ ചോദിക്കാം. നിനക്ക് ഇവിടെ എന്താ കാര്യം? നോക്കൂ, എന്തെങ്കിലും മണ്ടത്തരം പറയാനാണ് വന്നതെങ്കിൽ പ്ലീസ് എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല. ലീവ് മീ അലോൺ. ഇതുവരെ പോയില്ലേ? ഒന്ന് പോ. നിനക്ക് പ്രയോജനമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നീ എന്നോട് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നോ? എനിക്കിപ്പോ തോന്നുന്നത് എന്താന്നോ, നിന്നെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെ പറ്റി കൂടുതൽ അന്വേഷിക്കണോ അതോ എന്റെ കാര്യം നോക്കണോന്നാ. ഇനിയിപ്പോ അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ. ഏത് കാര്യം? വേണ്ട, ഇപ്പോഴല്ല. ആദ്യം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ, എന്നിട്ട് നീ എന്റെ ആറ്റിറ്റ്യൂഡ് കാണും. പ്രിയ, സോറി. രാവിലെ മുതൽ എന്തോ എന്റെ മൂഡ് അത്ര ശരിയല്ല. ഒരു കാര്യമില്ലാതെ ദേഷ്യം വരിക. ബട്ട് പ്ലീസ് നീ നിന്റെ മൂഡ് ചീത്തയാക്കണ്ട. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. നീ നല്ലൊരു നടിയാണ്. നിന്റെ രീതികളൊക്കെ മാറിയല്ലോ. ഉറപ്പായും എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടാവും. അതറിയാൻ വേണ്ടിയാ നീ എന്നോട് മാപ്പ് പറയുന്നത്. ഇവൾ എന്തിനെ കുറിച്ചായി പറയുന്നേ? ഇനി ഇവൾക്കെങ്ങനെ ഫോൺ വന്ന് കാണൂ? പ്രിയ, നീ എന്താ പറയുന്നെന്ന് എനിക്ക് സീരിയസ്ലി ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാലോ. എനിക്കൊരു അൺനോൺ നമ്പർ എന്നൊരു കോൾ വന്നിരുന്നു. ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാൾ പറഞ്ഞു നിന്നെക്കുറിച്ച് എന്തോ സീക്രട്ട് അയാൾക്ക് അറിയാന്ന്. എന്തോ ഒരു രഹസ്യം. അത് കേട്ടാൽ അച്ഛമ്മയും ഇവിടെയുള്ള എല്ലാവരും ഷോക്കായി പോകുന്നു. ആ രഹസ്യം എന്നോട് പറയുന്നതിനായി ഞാനും അയാളുമായി ഒരു ഡീല് വെക്കണം അത്രേ. ഞാൻ കരുതിയത് ആരോ വെറുതെ പറ്റിക്കുന്നതായിരിക്കുമെന്ന്. പക്ഷെ നിന്റെ ഈ റിയാക്ഷനൊക്കെ കാണുമ്പോ തോന്നുക എന്തോ കുഴപ്പമുണ്ടെന്ന്. ആക്ച്വലി ആ കാര്യം എന്താണെന്നറിയണം. ഈ വീടിനെ മുഴുവൻ അഫക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അയാളുമായി ഡീലിൽ ഏർപ്പെടാൻ തന്നെ തോന്നുന്നു. തനു, നീയാകെ ഭയന്നല്ലോ. വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഞാൻ കളിയാക്കിയതാ.
നിനക്ക് തോന്നുന്നുണ്ട് ഇതുപോലൊരു ഡീലിന് വേണ്ടി എന്റെ കയ്യിൽ പണം ഉണ്ടെന്ന്? അത് നിനക്ക് വേണ്ടി. ഇതിലൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ അറിയാലോ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിൽ ഞാൻ പണവും സമയവും ചെലവാക്കാറേ ഇല്ല. പിന്നെ 20 ലക്ഷം രൂപ, അത് നിന്റെ രഹസ്യം അറിയാൻ വേറെ ആരെങ്കിലുമായിട്ട് പോയി ഡീൽ ചെയ്യാൻ പറ. ആ ആ, അത് നീ ഒരു മിനിറ്റ് വരൂ. അതിരിക്കൂ. ആക്ച്വലി പ്രിയ, നിനക്കറിയില്ല. നിനക്ക് മാത്രമല്ല, ആർക്കും അറിയില്ല. തനു, രഹസ്യം ഒന്ന് പറഞ്ഞാൽ അത് ആർക്കും അറിയാത്ത കാര്യമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്റെ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല. നിന്റെ വല്ല എക്സ് ബോയ്ഫ്രണ്ടിനെ കുറിച്ചോ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും തെറ്റിനെ കുറിച്ചോ എന്തോ ആയിക്കോട്ടെ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അതെ, ഒന്ന് കേൾക്കൂ. ഒരു മിനിറ്റ്. ഒരു തവണ ഞാൻ പറയുന്നത് മുഴുവനായും കേൾക്കൂ. വെള്ളം വേണം നിനക്ക്? വേണ്ട. എനിക്ക് ഇതുപോലെ ഒരാള് എപ്പോഴും വിളിച്ചെന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കറിയില്ല അത് ആരാണെന്ന്. ബട്ട് എനിക്കറിയണം. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു ക്ലൂവും കിട്ടുന്നില്ല. എങ്കിൽ നീ എന്തിനാ എന്നോട് പറയുന്നേ? പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാ. വേണ്ട, പോലീസ് വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് പ്രിയ ഹോണസ്റ്റ്ലി എനിക്കറിയില്ല അയാളുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളതെന്ന്. എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്കറിയത്തില്ല അയാളുടെ കയ്യിൽ ഇനി എന്തൊക്കെയാ ഉള്ളതെന്ന്. ഇനി ചിലപ്പോ എന്റെ മോർഫിംഗ് ചെയ്ത ചിത്രങ്ങൾ വല്ലതും. എന്ന് വെച്ചാ ഫേസ് എന്റെയും ബോഡി വേറൊരാളുടെ ആയിട്ടും. അയിനോ ഇത് പല സൂപ്പർ സ്റ്റാർസിനും സംഭവിക്കാറുണ്ട്. ബട്ട് അവർക്കൊരു വ്യത്യാസവും ഇല്ല. ബട്ട് പ്രിയ, ഞാൻ എന്റെ മാനം നഷ്ടമാവും. ഈ വീട്ടിലെല്ലാവരും അറിഞ്ഞ പിന്നെ എല്ലാവർക്കും ടെൻഷൻ ആവും. പിന്നെ അബി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവൻ ദേഷ്യം വന്ന എന്ത് വേണമെങ്കിലും ചെയ്യും. ഞങ്ങളുടെ കല്യാണ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അതിനും നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന്. കാരണം നീയും ചിന്തിക്കുന്നത് എൻ്റെ അബിയുടെയും കല്യാണം നടക്കരുതെന്നല്ലേ. ബട്ട് പ്രിയ, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ അടുത്ത് അയാളുടെ നമ്പറും ഇല്ല, അയാളുടെ അഡ്രസ്സും ഇല്ല. ഞാൻ അയാളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടും അയാൾ മറ്റൊരാളോട് ഡീൽ ചെയ്യുമെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീ ഈ ഡീൽ ഏറ്റെടുത്തില്ലെങ്കിൽ അയാൾ മറ്റാരെങ്കിലും വിളിക്കും. ഒരു തവണ ഈ വാർത്ത പുറത്തു വന്നാ പിന്നെ എനിക്ക് പേരുദോഷം ഉണ്ടാവും. പിന്നെ അബിക്ക് നാണക്കേടാവും. അവന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും അത്. പിന്നെ നിന്റെ ബിസിനസിനെ ബാധിക്കും അത്. നിന്റെ കല്യാണവും എന്റെ ബിസിനസിനെ ബാധിക്കും തനു. പക്ഷെ സാഡ്ലി നിന്റെ കല്യാണം അധിക ദിവസം തടയാൻ എനിക്ക് കഴിയില്ല. നിന്റെ വയറ്റിൽ ഇദ്ദേഹത്തിന്റെ കുഞ്ഞാണുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് മുൻപ് 2-3 പാട്ടെങ്കിലും അദ്ദേഹം ഹിറ്റാക്കിയെങ്കിൽ എനിക്ക് നഷ്ടമൊന്നും വരരുത്. അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കുകയോ അതോ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാലോ എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ ചിന്ത മുഴുവൻ എന്റെ പ്രോഫിറ്റ്സിനെ കുറിച്ചാ. പിന്നെ നീ കാരണം എന്റെ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിച്ചാ ഈ കല്യാണം നടക്കാൻ പിന്നെ ഞാൻ സമ്മതിക്കില്ല. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അതിനുള്ളിൽ നീ തീർത്തിരിക്കണം. ഞാൻ എങ്ങനെ എനിക്ക് അയാളൊരു വാച്ച്മാൻ ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അയാളെ കുറിച്ച് വേറെ ഒന്നും എനിക്കറിയില്ല. വാച്ച്മാൻ? എന്നെ വിളിച്ച വ്യക്തി പറഞ്ഞത് അയാൾ അദ്ദേഹത്തിന്റെ വലിയ ഫാനാന്നാ. എന്ന് വെച്ചാ വാച്ച്മാൻ മറ്റാരോടോ ഡീൽ ചെയ്തു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാ അയാളിൽ ഞാനുമായിട്ട് ഡീൽ ചെയ്യില്ല. അതെന്താ? അത് അയാൾ അബിയുടെ ഫാനല്ലേ. അബിക്ക് നല്ലത് വരാനല്ലേ അയാൾ ശ്രമിക്കൂ. എനിക്ക് നല്ലതിനല്ലല്ലോ. പ്ലീസ്. ശരി, എന്നാ ഞാൻ നിന്നെ സഹായിക്കാം. നീ സത്യമായും സോറി, നീ എന്നെ സഹായിക്കൂ. വേറെ വഴിയില്ലല്ലോ. പക്ഷെ ഞാൻ ആരെ അങ്ങോട്ട് വിളിക്കുന്നു കരുതണ്ട.
ഞാൻ അയാളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ 20 ലക്ഷം രൂപ, 20,000 രൂപ പോലും കിട്ടുന്നു. നോ നോ പ്രോബ്ലം. ഞാൻ പൈസ ശരിയാക്കിക്കൊള്ളാം. എന്നെ ഒന്ന് സഹായിക്കൂ. ഇന്ന് എനിക്ക് മനസ്സിലായി പോലീസിന് വരെ അബദ്ധം പറ്റുമെന്ന്. പിന്നെ എനിക്ക് ആവശ്യമുള്ള കാര്യമായി പോയി. ഇല്ലെങ്കിൽ ഒരിക്കലും നിന്നൊന്നും സഹായിക്കില്ല ഞാൻ. പിന്നൊരു കാര്യം, എന്റെ സഹായത്തെ മുതലെടുക്കാന്ന് വിചാരിക്കണ്ട. ഇതിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ പിന്മാറി പറഞ്ഞേക്കാം. താങ്ക് ഗോഡ് ഇവള് സമ്മതിച്ചു. ഇല്ലെങ്കിൽ അബിയോട് പറഞ്ഞ എന്റെ കാര്യം ഒരു തവണ ആ ബ്ലാക്ക് മെയിലർ എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ ഇവൾക്ക് മറുപടി കൊടുക്കാം. ഇവളിവിടെ ഇല്ലല്ലോ. ഉറക്കം വരുന്നു എന്നല്ലേ എന്നോട് പറഞ്ഞത്. ഇപ്പൊ എന്താ ഉറക്കമൊക്കെ പോയോ? ഇനി ഉറക്കത്തിലെങ്ങാനും ഇവൾ എണീറ്റ് പോയോ? അങ്ങനെ ആവാൻ വഴി. ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. ആ മുഖാമുമ്പേക്ക് മനസ്സിലായി കാണും ഞാൻ അവളോട് ഡിവോഴ്സിന്റെ കാര്യമാണ് പറയാൻ പോകുന്നതെന്ന്. ഇത് അവളുടെ ഡ്രാമയാണ്. കുഴപ്പമില്ല, ഞാനും അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ. അവളെന്തായാലും വരട്ടെ. ഞാൻ അവളോട് സ്നേഹത്തോടെ തന്നെ സംസാരിക്കും. അവളെ കൊണ്ടുവന്ന് ഞാൻ ഡിവോഴ്സിൽ ഒപ്പിടിക്കും. അല്ല, ഇവൾ ഈ രാത്രിയിൽ എവിടെ പോയതാ? ഇനി ഞാൻ പറയണത് കേട്ടിട്ട് എന്നെ അന്വേഷിച്ച് ഗാർഡനിലും അല്ല പോയി കാണും. രാത്രിയല്ലേ, ആരുടെയെങ്കിലും രക്തം കുടിക്കാൻ പോയി കാണാം ഡ്രാക്കുള. ഇവളിത് എവിടെ പോയതാ? ഗാർഡനിലൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, ഞാൻ പോകുന്ന ഗ്യാപ്പിൽ അവൾ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിയാലോ? വേണ്ട വേണ്ട, എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. അവളെന്തായാലും ഇങ്ങോട്ട് വരട്ടെ. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാൽ ശരിയാവില്ല. സ്നേഹത്തോടെ തന്നെ അവളോട് സംസാരിച്ച് നോക്കാം. ചിലപ്പോൾ ഡിവോഴ്സ് കിട്ടിയാലോ? ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? സമയമാണെങ്കിൽ പോകുന്നുമില്ല. ഗിറ്റാർ എടുത്തൊന്ന് പയറ്റിയാലോ? പ്രിയേച്ചി, അല്ല പ്രിയേച്ചി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പ്ലാനൊക്കെ സക്സസ്ഫുൾ ആയെന്ന്. സക്സസ്ഫുളിനേക്കാളും കൂടുതൽ സക്സസ്ഫുൾ ആയി പ്രണവ്. അതെങ്ങനെ? അച്ഛമ്മ, ഞാൻ സംസാരത്തിൽ തനുവിനോട് പറഞ്ഞു എന്നെ ഫോൺ ചെയ്ത വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ആയിരുന്നു എന്ന്. അപ്പൊ അവളുടെ മുഖം ഒന്ന് കാണായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞു. എന്നിട്ട് എന്നോട് പറയാ ഇനി അവൾ അയാളുമായി ഡീലിനില്ലാന്ന്. അവളുടെ കള്ളത്തരം പുറത്തു വരാറായിട്ടുണ്ട് അച്ഛമ്മ. പ്രിയേച്ചി, ഇത് കൈയടിക്കാനുള്ള സമയമല്ല. അച്ഛമ്മ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അടുത്ത വല വിരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കണം. ഇനി നമ്മൾ തനുവിനെ എത്രയും പെട്ടെന്ന് വീടിന് പുറത്തിറക്കണം. ബ്ലാക്ക് മെയിലർ കാണാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു വേണം ചെയ്യാൻ. പിന്നെ അവൾ ഉറപ്പായി നമ്മുടെ വലയിൽ കുടുങ്ങും. അതനുസരിച്ച് നമ്മൾ ബാക്കി പ്ലാൻ ചെയ്യും. പ്രിയേച്ചി, ആദ്യം നമുക്ക് പഴയ തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കാത്ത ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം. പഴയ കാര്യം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് തന്നെ തനുവും അവളുടെ ബോയ്ഫ്രണ്ടും കൂടി നമുക്ക് പണി തന്നത്. പക്ഷെ നമ്മൾ അടുത്ത സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? ഏതെങ്കിലും പബ്ലിക് പ്ലേസ് വെച്ച് എങ്ങനെ ഇതൊക്കെ ചെയ്യാ? പ്രിയേച്ചി, ചേച്ചി ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു 2 ദിവസത്തെ സമയം താ. ഞാൻ ഉറപ്പായിട്ടും എല്ലാം കണ്ടുപിടിച്ചിരിക്കും. അതെ ചേച്ചി, ഞാൻ എന്തായാലും ചേച്ചി വിരിച്ച വലയെ ഒരിക്കലും വെറുതെ ആക്കാൻ സമ്മതിക്കില്ല. നോക്ക്, ഞാൻ ആ തനുവിനുണ്ടല്ലോ. റോണി, ഞാൻ പറയാതെ നീ ഒന്നും ചെയ്യില്ല. സോറി ചേച്ചി. പ്രണവ്, നീ സ്ഥലം കണ്ടുപിടിക്കൂ. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ശരി ചേച്ചി. ശരി പോ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? പ്രിയ എന്നെ സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് സമ്മതിച്ചു. അവൾക്ക് ഒരു സംശയമില്ല. അവൾ എന്തിനാ എന്നെ സഹായിക്കുന്നേ? ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു, പിന്നെ സമ്മതിച്ചു. ഇനി ഇതിന്റെ എല്ലാം പിറകില് അവള് തന്നെയാണോ?
അവളെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവോ? കള്ളത്തരത്തിന്റെ കാര്യത്തിൽ ആലിയേക്കാൾ സമർത്ഥ്യം. പക്ഷെ ആലിയെ പോലെയല്ല. അവൾ പറയുന്നത് കേട്ടിട്ട് അവളുടെ പ്ലാനാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അവൾ ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഒരു കാര്യം ഉറപ്പാ, അവളെല്ലാം എനിക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? ആര് കണ്ടുപിടിച്ച് തരും? ആലിയോട് ഹെൽപ്പ് ചോദിച്ചാലോ? വേണ്ട വേണ്ട, ആലിയ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. അവൾക്കിവിടെ വരാനും കഴിയില്ല. പിന്നെ അവൾ എങ്ങനെ കണ്ടുപിടിക്കും? വേറെ ആരാ? രാജേട്ടനും ഇപ്പോൾ അവരുടെ വശത്താ. സത്യമായി ഞാൻ ഒറ്റയ്ക്കായ പോലെ, ശരിക്കും ഒറ്റയ്ക്കായ പോലെ. അഭി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കാര്യം പറയാനും. പക്ഷെ ഈ കാര്യത്തിൽ അവൻ എന്നെ എങ്ങനെ സഹായിക്കും? തനു, നീ എന്തായി പറയുന്നേ? അഭിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പ്രിയയ്ക്ക് നന്നായിട്ടറിയാം എൻ്റെ സൈഡ് നൽകാൻ കഴിയുന്ന ഒരാൾ അത് അഭിയാണ്. ഇനി അവൾ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ തന്നെ കൊടുക്കുമോ? എല്ലാം അവൾ അഭിയോട് പറഞ്ഞിട്ട് എന്നിട്ട് അഭി ഇല്ലില്ല, ഞാൻ ഈ റിസ്ക് എടുക്കുന്നില്ല. ആദ്യം അഭിയോട് ചോദിക്കാം, പ്രിയമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ അതോ ഇല്ലയോ എന്ന്. ഇനി ചിലപ്പോൾ അഭി ഡിവോഴ്സിൻ്റെ കാര്യം അവളോട് പറയുമ്പോൾ അവൾ ഈ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞാലോ? ഇല്ലില്ല, എനിക്ക് അഭിയോട് സംസാരിച്ചേ പറ്റൂ. ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത്? ഗിറ്റാർ വായിക്കുമ്പോൾ ബലൂണിന് ഓർമ്മ വരുന്നല്ലോ. നീ എപ്പോഴാ വന്നേ? നീ ഗിറ്റാർ വായിക്കുന്നതിന്റെ തിരക്കായിരുന്നില്ലേ? എന്താ നീ നിർത്തിക്കളഞ്ഞത് അബി? വായിക്കൂ നീ. ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെയും ഗിറ്റാറിനെ ഒരുമിച്ച് കാണുന്നേ. പക്ഷേ ഞാൻ കാണുന്നത് വേറെന്തൊക്കെയാ. എന്ത് കാണുന്നു? ഈ ഗിറ്റാറിന് എൻ്റെ പഴയ ഓർമ്മകളുമായി ബന്ധമുണ്ട്. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ.